ദുബായിൽ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പരീക്ഷണോട്ടം വിജയകരമായി. മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ഫീഡർ ബസ്സുകളായിട്ടായിരുന്നു ആദ്യ സർവീസ്. ഹൈ ഡെഫിനിഷൻ ക്യാമറയും സെൻസറുകളുമാണ് ബസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2050 പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന മുഴുവൻ വാഹനങ്ങളും ഇലക്ട്രിക് ആക്കുക എന്നതാണ് ദുബായിയുടെ ലക്ഷ്യം. ടാക്സി കാറുകളും അബ്ര സർവീസുകളും ഇലക്ട്രിക് ആക്കുന്ന നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമാണ് ഇലക്ട്രിക് ബസ്സുകൾ കൂടി നിരത്തിൽ ഇറക്കുന്നത്. ആദ്യപടിയായിട്ടായിരുന്നു പരീക്ഷണ ഓട്ടം. മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ഫീഡർ ബസ്സുകളായി റൂട്ട് F13 പരീക്ഷണ ഓട്ടം RTA നടത്തിയത്. അൽക്കൂസ് ബസ് ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് ബുർജ് ഖലീഫ, ഡൗൺ ടൗൺ, ദുബായ് ഫൗണ്ടൈൻ എന്നിവിടങ്ങളിലൂടെ ഇലക്ട്രിക് ബസ് സർവീസ് നടത്തി. ദുബായ് മോൾ മെട്രോ സ്റ്റേഷന് മുന്നിലാണ് സർവീസ് അവസാനിപ്പിച്ചത്. പൂർണ്ണമായും ചാർജ് ചെയ്താൽ 370 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ ബസ്സിന് കഴിയും. എമിറേറ്റിന്റെ കാലാവസ്ഥ, യാത്രക്കാരുടെ തിരക്ക്, റോഡുകളുടെ സവിശേഷത, സുരക്ഷ എന്നിവയെല്ലാം മുന്നിൽ കണ്ടാണ് ബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് RTA അറിയിച്ചു. 41 പേർക്ക് ഇരിക്കാനും 35 പേർക്ക് നിൽക്കാനും സൗകര്യമുള്ള അത്രയ്ക്ക് വലുതാണ് ഇലക്ട്രിക് ബസ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.